Hi everyone. Today we are going to discuss about constructivism. Constructivism is a philosophical thought of learning. So constructivism is a philosophy of learning found on the premise that by reflecting on our experiences, we construct our own understanding of the world we live in. എന്നുവെച്ചാൽ അനുഭവങ്ങളുടെ പ്രതിഫലനത്തിലൂടെയാണ് പഠനം നടക്കുന്നതും എന്നും ഈ എക്സ്പീരിയൻസസിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് പറയും ഫലമായി ഒരു വ്യക്തി ഒരു സ്വയം ധാരണയിൽ എത്തുന്നു എന്നും ഈ ധാരണകളിലൂടെ അവൻ ലോകത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു എന്നുമാണ് കൺസ്ട്രക്റ്റിവിസം പറയുന്നത്. Constructivism is a philosophy of learning found on the premise that by reflecting on our experiences, we construct our own understanding of the world we live in. Through the experiences of the experiences and reflection, individual construct some knowledges. Through this knowledge, individual make their own understanding about the world. Next, we are going to discuss about each of us generate our own rules and mental models which we use to make sense of our experiences. We generate our own rules and mental models which we use to make sense of our experiences. ഈ മെന്റൽ മോഡൽസും യൂസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പീരിയൻസസിനെ സെൻസ് ആക്കി എടുക്കുന്നത്. ലേണിംഗ് therefore is a simple process of adjusting our mental model to accommodate new experiences. അപ്പോൾ പഠനം എന്ന് പറയുന്നത് വളരെ ഒരു സിമ്പിൾ പ്രോസസ് ആണ്. ഇറ്റ്സ് an adjusting process of our mental model to accommodate new experiences. എന്താണ് പറയുന്നത്? നമ്മളെ ന്യൂ എക്സ്പീരിയൻസസുമായി അക്കോമഡേറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ അവിടെ നമ്മൾ മെന്റൽ മോഡലിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ആണ് ലേണിംഗ് എന്നാണ് കൺസ്ട്രക്റ്റിവിസം പറയുന്നത്. കൺസ്ട്രക്റ്റിവിസം ഗൈഡ്ലൈൻസ് give some guideline principles. Learning is a search for meaning. എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥവത്തായുള്ള ഒന്നിനെ കുറിച്ചുള്ള തിരച്ചിലാണ് പഠനം എന്നാണ് പറയുന്നത്. അർത്ഥവത്തായ ഒന്നിനെ കുറിച്ചുള്ള തിരച്ചിലാണ് പഠനം. Learning is a search for meaning. Meaning requires understanding whole as well as parts. And parts must be understood in the context of the wholes. നമുക്കറിയാലേ എന്താണ് പറയുന്നത്? നമ്മള് അർത്ഥം പൂർണ്ണമായും ഭാഗികമായും മനസ്സിലാക്കണം. എന്നാൽ മൊത്തത്തിലായുള്ള എന്ന് വെച്ചാൽ ഹോൾ പാർട്ടിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം അതിന്റെ എന്താണ് പറയുന്നത് പാർട്സിനെ കുറിച്ചുള്ള അർത്ഥം മനസ്സിലാക്കാൻ എന്നാണ് പറഞ്ഞത്. മീനിങ് റിക്വയേഴ്സ് അണ്ടർസ്റ്റാൻഡിങ് ഹോൾ ആസ് വെൽ ആസ് പാർട്സ്. അർത്ഥപൂർണമായും ഭാഗികമായും ഭാഗങ്ങളായിട്ടും മനസ്സിലാക്കണം. എങ്ങനെയാണ്? ഹോളിന്റെ ഒരു പാർട്ട് ആയിട്ടായിരിക്കണം. ഹോളിന്റെ പാർട്ട് അല്ലെ ആയിട്ട് വേണം നമ്മൾ അതിന്റെ പാർട്സ് ഏതെങ്കിലും ഹോളിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം ഓരോ പാർട്ടിന്റെയും അർത്ഥം മനസ്സിലാക്കുന്നതിന്. In order to teach well, we must understand the mental model that is student used to perceive the world and the assumptions they make to support those models എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാലാണ് വിദ്യാർത്ഥികള് ലോകത്തെ തിരിച്ചറിയാൻ ഉപയോഗിച്ച മാനസിക മാതൃകയും അസംഷനും മനസ്സിലായാൽ മാത്രമാണ് എന്താണ് നമുക്ക് പറയുന്നത് നല്ലൊരു ടീച്ചിങ് നൽകാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. The purpose of learning is for an individual is to construct his or her own meaning, not just memorize the right answer and regurgitate someone else in meaning. എന്താണ് പറയുന്നത്? ശരിയായ ഉത്തരങ്ങൾ മനഃപാഠമാക്കി പഠിക്കുക അല്ലെങ്കിൽ അത് ഉരുവിടുക എന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾ നിർമ്മിച്ച അർത്ഥത്തിന്റെ പുനഃക്രമീകരണം ചെയ്യുകയോ അല്ല
എന്തുകൊണ്ട് പഠനം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. എന്നാൽ പഠനം ഒരു വ്യക്തിയില് സ്വന്തമായിട്ട് അറിവ് നേടുന്ന ഒരു പ്രക്രിയയാണ് എന്നാണ്. സ്വയം അറിവ് നേടുന്ന പ്രക്രിയ. ഇൻഡിവിജ്വൽ കൺസ്ട്രക്ട് ഹിസ് ഓർ ഹെർ ഓൺ മീനിങ് എന്നാണ് പറയുന്നത് അല്ലെ. ഇൻഡിവിജ്വല് വ്യക്തി സ്വയം നിർമ്മിക്കേണ്ടതാണ് എന്ന് പറയുന്നത് അറിവ് നേടുക അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് എന്നതിന്റെ പർപ്പസ് എന്നാണ് കൺസ്ട്രക്റ്റിവിസം പറയുന്നത്. ഇനി ഇതിന്റെ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഇമ്പാക്ട് എവിടെയെല്ലാം കാണാം എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പാക്ട്സ് ഇൻ ലേണിംഗ്. ഇനി ഇൻസ്ട്രക്ഷനിൽ എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ കരിക്കുലത്തിൽ എവിടെയൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇനി കരിക്കുലത്തിൽ പറയുന്നത് ഇറ്റ് പ്രൊമോട്ട്സ്, ഇറ്റ് കോൾസ് ഫോർ ദ എലിമിനേഷൻ ഓഫ് ദ കരിക്കുലം എന്നാണ് പറയുന്നത്. എന്താണ് കരിക്കുലം പറയുന്നത് എന്ന് പറയുന്നത്? ഒരു പ്രത്യേക പാഠപദ്ധതിയുടെ ആവശ്യമില്ലാതെ ആയിരിക്കണം പഠനം നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. ഇറ്റ് കോൾസ് ഫോർ എലിമിനേഷൻ ഓഫ് ദി കരിക്കുലം ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് എന്താണ് യൂസിങ് കരിക്കുലം customized to students' previous knowledge. എന്താണ്? It promotes using curricula customized to students' previous knowledge. വിദ്യാർത്ഥികളെ മുന്നറിവുകളിലേക്ക് ഇച്ഛാനുസൃതമായി ചേർക്കപ്പെടുന്നതും വിദ്യാർത്ഥികളുടെ ഇച്ഛയ്ക്ക് അനുസൃതവുമായതായിരിക്കണം പാഠപദ്ധതി എന്നാണ് പറയുന്നത്. ഇറ്റ് ഓൾസോ എംഫസൈസ് പ്രോബ്ലം സോൾവിങ്. പ്രശ്ന നിർദ്ധാരണത്തിലൂടെയുള്ള പഠന ബോധന പ്രക്രിയയൊക്കെയാണ് കൺസ്ട്രക്റ്റിവിസം ഊന്നൽ നൽകുന്നത്. അപ്പൊ എന്താണ്? ഇറ്റ് കോൾസ് ഫോർ എലിമിനേഷൻ ഓഫ് ദി കരിക്കുലം. ഇറ്റ് പ്രൊമോട്ട്സ് യൂസിംഗ് ദ കരിക്കുലർ കസ്റ്റമൈസ്ഡ് ടു സ്റ്റുഡൻസ് പ്രീവിയസ് നോളജ്. ഇറ്റ് ഓൾസോ എംഫസൈസ് പ്രോബ്ലം സോൾവിങ്. ആൻഡ് ദെൻ വാട്ട് ഇമ്പാക്ട് ഇൻ ഇൻസ്ട്രക്ഷൻസ്? ഇൻസ്ട്രക്ഷനിൽ എന്തെല്ലാം ഇതാണ്? Educator focus on making connection between the facts and fostering new understanding in students. അധ്യാപകർ വസ്തുതകൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്നതിലും വിദ്യാർത്ഥികളില് പുതിയ ധാരണ വളർത്തുന്നതിലും ആയിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. Educator focus on making connection between facts and fostering new understanding in students എന്നാണ് പറയുന്നത്. അധ്യാപകര് വസ്തുതകൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്നതിലും വിദ്യാർത്ഥികൾക്ക് പുതിയ ധാരണ വളർത്തുന്നതിലുമായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിന് പറയുന്നത് എന്തെല്ലാം മെത്തേഡുകളാണ് എന്നാണ് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ എന്താണ്? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്സ് ആണ് ഇന്ന് കൂടുതൽ നൽകേണ്ടത്. എൻകറേജ് സ്റ്റുഡൻസ് റെസ്പോൺസ്. Students analyzing method, encourage students to analyze, encourage students to interpret, encourage students to predict information. അപ്പൊ എന്താണ് പറയുന്നത്? എന്തെല്ലാം രീതിയിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിനായിരിക്കണം ഊന്നൽ നൽകുന്നത്. മാത്രവുമല്ല എങ്ങനെ എന്ത് ചെയ്യണം? എൻകറേജ് സ്റ്റുഡൻസ് ടു റെസ്പോൺസ് ചെയ്യാനായിട്ട്. എൻകറേജ് സ്റ്റുഡൻസ് ടു അനലൈസ്, encourage students to interpret, encourage students to predict information. അപ്പോ എങ്ങനെയുള്ളതായിരിക്കണം ടീച്ചർ എങ്ങനെയായിരിക്കണം? ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടായിരിക്കണം വർത്തിക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഇമ്പാക്ട് ഓൺ അസസ്മെന്റ്. അസസ്മെന്റിൽ എന്തെല്ലാമാണ് വേണ്ടത്? അത് അസസ്മെന്റ് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. എലിമിനേഷൻ ഓഫ് ഗ്രേഡ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആയിരിക്കണം. അസസ്മെന്റ് എങ്ങനെയായിരിക്കണം? എലിമിനേഷൻ ഓഫ് ഗ്രേഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആയിരിക്കണം. ഗ്രേഡുകളും അല്ലെ ടെസ്റ്റുകളും ഒക്കെ മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. അസസ്മെന്റ് ബിക്കം എ പാർട്ട് ഓഫ് ലേണിംഗ് പ്രോസസ്. എന്താണ് അല്ലെ? ലേണിംഗ് പ്രോസസ്സിന്റെ ഒരു പാർട്ടുമായിട്ടായിരിക്കണം അസസ്മെന്റ് ആകേണ്ടത്. സ്റ്റുഡന്റ് അപ്പൊ എങ്ങനെയാണ്? ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നടക്കുമ്പോൾ അപ്പപ്പോ നമുക്ക് ഫീഡ്ബാക്ക് നൽകണം. ആ ഫീഡ്ബാക്കിൽ നിന്ന് എന്ത് ചെയ്യണം? ആ ഫീഡ്ബാക്കിൽ നിന്നും മറ്റുള്ളവരെ റിഫ്ലക്ഷനിൽ നിന്നും നമ്മൾ എന്ത് പഠിക്കണം അല്ലെ? നമ്മുടേതായ ഐഡിയാസ്, റൂൾസ്, ജനറേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം.
അതാണ് പറയുന്നത് അസസ്മെന്റ് ബിക്കം എ പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. ത്രൂ ഔട്ട് ദ ലേണിംഗ് പ്രോസസ് അസസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം. ആ അസസ്മെന്റ് എന്ത് ചെയ്യണം? നമുക്ക് നമ്മളേതായ ഒരു റൂൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മെന്റൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഉതകുന്ന രീതിയിൽ ആയിരിക്കണം. Here students get a chance to judge their own progress. അങ്ങനെയായിരിക്കുമ്പോൾ മാത്രമാണ് സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നത്? They get a chance to judge their own progress. അല്ലെ, നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തു, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നൽകുന്ന ഫീഡ്ബാക്കുകൾ ഉപയോഗിച്ചു, അപ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? തങ്ങളുടെ പ്രോഗ്രസിനെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈപ്സ് ഓഫ് കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം സൈക്കോളജിയിൽ വിവിധ തരത്തിലാണ് പ്രതിപാദിക്കപ്പെടുന്നത്. അതായത് 3 തരത്തിലാണുള്ളത്. ഫസ്റ്റ് ഈസ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സെക്കൻഡ് വൺ ഈസ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആൻഡ് റാഡിക്കൽ കൺസ്ട്രക്റ്റിവിസം. അപ്പം 3 types of constructivism is the cognitive constructivism, social constructivism and radical constructivism. നമുക്ക് ഇവിടെ ഒന്നുകൂടി നോക്കാം. വാട്ട് ഈസ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയാം. കൺസ്ട്രക്റ്റിവിസം ഈസ് എ ഫിലോസഫി ഓഫ് ലേണിംഗ് ഫൗണ്ട് ഓൺ ദ premise that they by reflecting on our experiences we construct our own understanding of the world we live in എന്ന് പറയുന്നു അല്ലേ. നമ്മൾ ലേണിംഗ് എന്താണെന്നാ പറയുന്നത്? കൺസ്ട്രക്റ്റിവിസത്തിലെ ലേണിംഗ് പറയുന്നത് it is simply a process of adjusting our mental model to accommodate new experiences ആണ് എന്ന് പറയുന്നു. അതിൽ എങ്ങനെയുള്ള കരിക്കുലം ഇൻസ്ട്രക്ഷൻസ് ആണ് എന്ന് നൽകേണ്ടത് എന്ന് പറയുന്നു. ഒരു പ്രത്യേക പാഠ്യപദ്ധതിയുടെ കീഴിൽ നിന്നുകൊണ്ടായിരിക്കരുത് പഠനം എന്ന് അവര് നിർദ്ദേശിക്കുന്നുണ്ട്. എന്താണ് പിന്നെ എന്താ പാഠ്യപദ്ധതി എന്താണ്? വിദ്യാർത്ഥികളെ മുന്നറിവുകളിലേക്ക് കൂട്ടിച്ചേർക്കുന്ന വിധത്തിലുള്ളതായിരിക്കണം പാഠപദ്ധതികളും എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രശ്ന നിർദ്ധാരണത്തിലൂടെയുള്ള ബോധന പഠന പ്രക്രിയയ്ക്കാണ് ഊന്നൽ നൽകേണ്ടത് എന്നും കൺസ്ട്രക്റ്റിവിസം പറയുന്നു. ഇൻസ്ട്രക്ഷനിൽ എന്ത് ചെയ്യുന്നു? എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനാണ് ഊന്നൽ നൽകുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് മെത്തേഡിനാണ് ഊന്നൽ നൽകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? സ്റ്റുഡൻസിനെ റെസ്പോൺസ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യാൻ, ഇന്റർപ്രറ്റ് ചെയ്യാൻ, ആൻഡ് encourage students to predict information. Teacher act as a facilitator there, and elimination of the grade and standardized testing is one of the important impact of constructivism in learning. And the students get the feedback at the time itself of the learning process. So they get a chance to judge their own way. Constructivism are 3 types. They are cognitive constructivism, social constructivism and radical constructivism. ഇത്രയാണ് കൺസ്ട്രക്റ്റിവിസത്തിനെ കുറിച്ച് പറയുന്നത്. താങ്ക് യു.